Hi friends, this is Dr. Anugraha here. Just now, I came across a news. നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ICU പേഷ്യൻറ്റിന് കാലിൽ ഡ്രസ്സിങ് ഏരിയയിൽ പുഴു ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അച്ചടക്ക നടപടിയായിട്ട് ഡ്യൂട്ടി ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസായിരുന്നു കണ്ടത്. വൈ ജസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ മാത്രം തെറ്റല്ല, അത് നമ്മുടെ എൻറ്റയർ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെ അശ്രദ്ധ കാരണമാണ്. അതിൽ ഒരു ഡോക്ടറിനെ മാത്രം സസ്പെൻഡ് ചെയ്താൽ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ഇതൊരു ടീം വർക്കാണ്. ICU പേഷ്യൻസ് മാത്രമല്ല, നമ്മുടെ എല്ലാ പേഷ്യൻസും അവരുടെ കെയർ, അവരുടെ ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ടീം വർക്കായിട്ടാണ് കാണേണ്ടത്. ഇവിടെ ആസ് പെർ ദ ന്യൂസ് പ്ലാസ്റ്റിക് സർജൻ ഇൻവോൾവ് ആണ്, ഓർത്തോപെഡിഷ്യൻസ് ഇൻവോൾവ് ആണ്, ICUലാണ് അഡ്മിറ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ICU ഡോക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ റൗണ്ട്സിന് വന്ന ഐ തിങ്ക് ഇറ്റ് ഇസ് CMO മെഡിക്കൽ ഓഫീസർ, ആ ഡോക്ടറിനെയാണ് സസ്പെൻഡ് ചെയ്തതെന്നാണ് ന്യൂസ്. ബട്ട് ഇതെനിക്ക് തോന്നുന്നു ഇത് ചോദ്യം ചെയ്തവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ ചെയ്ത ഒരു നടപടിയാണ്. അല്ലാതെ ജസ്റ്റ് വൺ ഡോക്ടർ ബീങ് സസ്പെൻഡഡ്, that does not solve anything. ഇവിടെ മെയിൻ ഡോക്ടേഴ്സ് not just the one who is supposed to attend the rounds. ആ ഡോക്ടറിൻ്റെ ജോലിയാണ് ഡ്രസ്സിങ് എല്ലാ ദിവസവും നോക്കുക എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതർ ഡോക്ടേഴ്സ് ഓൾസോ ഹാവ് ഈക്വൽ ആൻഡ് ഐ വുഡ് സേ a higher responsibility when it comes to taking care of that particular patient. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രോപ്പർ വൂണ്ട് കെയർ ആണ്. ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം. എല്ലാ ഡ്രസ്സിങ്സിനും നമുക്ക് ഡെയിലി ഡ്രസ്സിങ് ചെയ്യാൻ പറ്റാത്ത പൾസസ് ഉണ്ട്. ബട്ട് വെറെവർ പോസിബിൾ ഡെയിലി ഡ്രസ്സിങ്സ് മസ്റ്റ് ബി ഡൺ. 2, ഡെയിലി ആ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വൂണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം. അത് ആ ചെയ്യുന്ന ഡോക്ടർ മാത്രമല്ല, കൂടെയുള്ള സിസ്റ്റേഴ്സും അസിസ്റ്റ് ചെയ്യണം. അവർക്ക് യൂഷ്വലി ഒരു റെക്കോർഡ് ഉണ്ടാവാറുണ്ട്. വൂണ്ട് കെയർ എന്ന് പറഞ്ഞൊരു രജിസ്റ്ററിൽ അവർ എഴുതി വെക്കാറുണ്ട്. വെൻ വാസ് എ ഡ്രസ്സിങ് ഡൺ, വാട്ട് ആർ ദ ചേഞ്ചസ്, ഹൗ ഇസ് ദ വൂണ്ട് ലുക്കിംഗ് നഫ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പുഴു വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തേനെ. ഇത്രയും വേഴ്സ് ആവത്തില്ലായിരുന്നു പേഷ്യൻ്റെ കണ്ടീഷൻ. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ അടുത്തേക്ക് നമ്മളെ വിശ്വസിച്ച് വരുന്ന പേഷ്യൻസിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ ഡ്രസ്സ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പ്രൊസീജിയറായി മാറരുത്. അവിടെ ആ വൂണ്ടിൻ്റെ ചേഞ്ച് എന്താണെന്ന് നോക്കണം. പേഷ്യൻറ്റിനെയും അറ്റൻഡറിനെയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആ ഡ്രസ്സ് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾ ഡിസ്ചാർജ് കാണുന്നുണ്ടോ, ബ്ലഡ് കാണുന്നുണ്ടോ, സ്മെല്ല് കാണുന്നുണ്ടോ, വല്ല ഇൻസെക്ട്സ് ഇരിക്കുന്നത് കാണുന്നുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ICUലുള്ള ഡോക്ടറിനോടോ പറയാനായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ പലരും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറവാണ് പേഷ്യൻസായിട്ട്, ബൈസ്റ്റാൻഡേഴ്സായിട്ട്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു 60% ഓഫ് കോൺഫ്ലിക്ട്സ് ഇൻ ആ മെഡിക്കൽ സിസ്റ്റം ഉണ്ടാവുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ എറേഴ്സ് കാരണമാണ്. ഫസ്റ്റ് ഇസ് പ്രോപ്പർ വൂണ്ട് കെയർ. 2, ഇൻഫെക്ഷൻ കൺട്രോൾ. നമ്മുടെ ഹോസ്പിറ്റലിന് എല്ലാ മാസവും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എല്ലായിടത്തും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തണം. ഞാൻ അറിഞ്ഞത് വെച്ച് നമ്മുടെ ചില മെഡിക്കൽ കോളേജിലൊക്കെ വളരെ മോശമാണ്. അവരുടെ there are bed bugs, there are cockroaches, there's no place for even the patients to lie down. So all these things must be improved. ഇപ്പോഴും 2026 and still we're talking about bed bugs in hospital beds. Isn't it pathetic? Then finally, one last thing before I conclude. we are understaffed. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ പേഷ്യൻ്റ് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ നമുക്ക് അത്രയും ഫോഴ്സ് ഇല്ല. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ eventually few of the people in the medical field, they will become I can say irritated, angry with the patients. Already വയ്യാതിരിക്കുന്ന പേഷ്യൻസ്, വയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് whatever tension we are going through, don't show it on them. I have seen doctors, sisters, attenders, നമ്മുടെ ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സ് ഉണ്ടല്ലോ, all these people, sometimes they show their frustration onto the patient or the bystanders. അത് നിർത്തണം. We have to treat them with respect. പിന്നെ ആ ഒരു ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ആസ് എ ഫെലോ ഡോക്ടർ,
staying in this medical profession, take him or her back. And what needs to be done is നമ്മുടെ ഒരു എൻറ്റയർ മെഡിക്കൽ ടീമിനാണ് റീകൺസ്ട്രക്ഷൻ വേണ്ടത്. അല്ലാതെ ഒരാളെ രണ്ടാൾക്കാരെ സസ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. സോ കീപ് സ്റ്റഡിങ്, കീപ് റീഡിങ്, ആൻഡ് let's all give better treating conditions to our patients.